എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ്. അപ്പം എല്ലാവരും ക്ഷമയോടെ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണണം. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രയോജനം വരുവാണെങ്കിൽ അതെനിക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് എൻ്റെ ലൈഫിൽ ഒരു 6 വർഷം മുമ്പ് എനിക്ക് പെട്ടെന്നൊരു വയ്യാഴിക വന്നു. അപ്പം ആദ്യമൊക്കെ കാര്യമാക്കിയില്ല, പിന്നീട് അതിൻ്റെ അവസ്ഥ മാറി. നമുക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയിലെത്തി. അപ്പോഴാണ് ഞാൻ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ തുടങ്ങിയത്, എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ലൈഫിൽ വന്ന ആ ഒരു വല്ലാത്തൊരു മാറ്റം, അല്ലെങ്കിൽ വല്ലാതെ എൻ്റെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടാക്കിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജിയാണ്. അലർജി. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും അലർജി എന്ന് പറഞ്ഞാൽ തുമ്മൽ. നമ്മൾ വിചാരിക്കുന്നത് എന്താ, അലർജി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമാണ് തുമ്മൽ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുമ്മി നിൽക്കുന്ന ഒരുപാട് പേരെ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥ ശരീരത്തിലുണ്ടാകുന്ന, ഞാൻ അസുഖം എന്ന് പറയുന്നില്ല, ഇതിനൊരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നവരാണ് അത് എത്രത്തോളം ഭയാനകമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഒന്നാണെന്ന് മനസ്സിലാകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് മനസ്സിലായി തുടങ്ങുന്നത്, നമ്മളിതുകൊണ്ട് ഒരു ഭയങ്കര അസഹനീയമായിട്ട് അതിനെ നമുക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലെത്തുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലെത്തുന്നവർക്കാണ് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് എനിക്കിനി വയ്യ, എനിക്കിനി ജീവിക്കുകയേ വേണ്ട, അങ്ങനെ തോന്നിയ പലരും ഉണ്ട് അലർജി കാരണം. ഞാൻ അതിൽപ്പെട്ട ഒരാളാണ് കേട്ടോ. മിക്കവർക്കും നമ്മളെ വളരെ അടുത്തറിയാവുന്ന പലരോടും ചോദിച്ചാൽ, അലർജി ഉള്ള പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇങ്ങനത്തെ അവസ്ഥ അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഈ അലർജി തുടങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോവിഡിൻ്റെ സമയവും അതിന് തൊട്ട് മുമ്പുള്ളൊരു 4 വർഷക്കാലവും കോവിഡ് വരെയും ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, പേന ഉപയോഗിക്കും നമ്മൾ അല്ലേ, അപ്പം പെൻസിൽ ഉപയോഗിക്കും, പിന്നെ ചോക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കും, പിന്നെ മാർക്കർ യൂസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് എനിക്ക് ഈ അലർജി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ചോക്കെന്നുള്ള പൊടിയായിരിക്കും, അല്ലെങ്കിൽ മാർക്കറിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്, ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തുള്ളൂ, അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാനതങ്ങനെ അങ്ങ് കൊണ്ടുപോയി. അതിനുശേഷം നമ്മൾ കോവിഡ് സമയത്ത് നമ്മളെല്ലാം